لقد جاءكم رسول من أنفسكم. അല്ലാഹു തആല അവിടുത്തെ പ്രിയപ്പെട്ട ഹബീബിനെ കുറിച്ച് പറയുകയാണ്, തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ദൂതൻ വന്നെത്തിയിരിക്കുകയാണ്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ വിഷമിക്കുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് താങ്ങാനാവാത്ത സഹിക്കാനാവാത്ത കാര്യമാണ്. നമ്മൾ വിഷമിക്കുന്നത് റസൂലുള്ളാഹിക്ക് സഹിക്കാനാവില്ല. എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അവിടത്തേക്ക് താങ്ങാനാവില്ലെന്ന് സഹിക്കാനാവില്ലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഹരീസുൻ അലൈക്കും, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ വളരെ താല്പര്യമുള്ളയാളാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, സത്യവിശ്വാസികളോട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ദയയുള്ളവരും കരുണയുള്ളവരുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് നബി തങ്ങൾക്ക് വിശേഷണങ്ങൾ പറയുന്നത്. റഊഫും റഹീമും അല്ലാഹുവിന്റെ വിശേഷണമാണ്. ആ റഊഫും റഹീമും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്തിക്കൊടുക്കുകയാണ് ഖുർആനിൽ. അല്ലാഹു റഹീമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹീമാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് അത് ഒരാളും കൊടുത്തതല്ല, അത് ദാത്തിയാണ്, അത് അല്ലാഹുവിനുള്ളതാണ്, അത് അല്ലാഹുവിന് കൊടുത്തതല്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹീമാണെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു കൊടുത്ത റഹ്മത്താണ്. അതേ സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് അത് ആരും കൊടുത്തതല്ല. ശുദ്ധമായ ഖുർആനിൽ അല്ലാഹുവിന്റെ വിത്തങ്ങൾക്ക് വിശേഷണം പറഞ്ഞു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണ്, അടിമയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു എന്ന വിധാനത്തിലേക്ക് ഹബീബ് വരില്ല. വരുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു പ്രയോഗം നടത്തില്ലല്ലോ. അല്ലാഹു റഊഫാണെന്ന് പറഞ്ഞാൽ, അല്ലാഹു റഹീമാണെന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനുള്ളതാണ്, അത് റബ്ബിനാരും കൊടുത്തതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദയയുള്ളയാളാണ്, കരുണയുള്ളയാളാണെന്ന് പറഞ്ഞാൽ ഈ ദയയും കരുണയും എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്തതാണ്. അല്ലാഹു ഖാലിഖാണ്, റസൂൽ ഖൽഖാണ്. അല്ലാഹു സൃഷ്ടാവാണ്, റസൂൽ സൃഷ്ടിയാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടിയാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ എത്രത്തോളം മദഹ് ചൊല്ലിയാലും വർണ്ണിച്ചാലും അവിടത്തെ ഓരോ വിഷയങ്ങൾ എടുത്തു പറഞ്ഞാലും ഒരിക്കലും ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധാനത്തിലേക്ക് വരികയില്ല. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മൗലിദ് എന്ന് പറയുമ്പോൾ അതിൽ മറ്റൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിത്തങ്ങളെ മദഹ് ചെയ്തിട്ടുണ്ട്. ഖുർആൻ അനുഭവം, ഹദീസുകൾ പാരായണം ചെയ്യും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്ര സംഭവങ്ങൾ വായിക്കും. നബിത്തങ്ങൾ ജനിച്ച സമയത്തുള്ള അത്ഭുതങ്ങൾ പറയും. അത് ഗദ്യമായും പദ്യമായും പാടും. അത് നല്ലൊരു അമലാണ്. അതുകൊണ്ട് തന്നെയാണ് മഹാനായ തലവ മുഹമ്മദ് കുഞ്ഞ് മൗലവി കഴിഞ്ഞ ദിവസം ഉസ്താദിന്റെ ആണ്ടായിരുന്നു. മഹാനവറുകൾ അവിടത്തെ അൽ മവാഹിബുൽ ജലീൽ രേഖപ്പെടുത്തുന്നതായി കാണാം. നബിക്കുള്ള മൗലിദ് വീട്ടിലും മോദേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് നമ്മുടെ വീട്ടിലൊക്കെ ഓതിയാൽ മുസീബത്തുകൾ മാറും. കണ്ണേറെ ഹസദും നീങ്ങുവാനുതകുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഇതുപോലെ തന്നെ സുയൂത്തി തന്റെ വസാനിൽ പറയുന്നതാ, നീ നോക്ക് ശറഹുശമാനിൽ. മഹാനവറുകൾ സ്വന്തമായിട്ട് പറഞ്ഞതല്ല, ലക്ഷക്കണക്കിന് ഹദീസ് മനഃപ്പാടമുള്ള ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ച് ഹദീസിന്റെ വെളിച്ചത്തിൽ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മഹാനവറുകൾ അവിടുത്തെ അൽ മവാഹിബുൽ ജലീൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ വീടുകളിൽ മൗലിദിന്റെ സദസ്സുകൾ സംഘടിപ്പിക്കണം.